അരികിൽ രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. അമ്മക്ക് നെറ്റിയിൽ ചുമന്ന പൊട്ട് വെക്കുന്നത് ഇഷ്ടമാണല്ലോ, പാപ്പ എന്താ തൊട്ട് കൊടുക്കാതെയെന്ന് എന്നോട് ചോദിച്ചു. ആദ്യം എനിക്ക് മനസ്സിലായില്ല, താൻ പൊട്ട് തൊടുമല്ലോ. പിന്നെ ഞാൻ ഗൂഗിളിൽ ചെയ്ത് കുറച്ച് ഫോട്ടോസ് കാണിച്ചപ്പോൾ സിന്ദൂരാണ് കാന്താരി ഉദ്ദേശിച്ചെന്ന് മനസ്സിലായത്. അന്നേ കരുതിയതാ ഇതുപോലെ ഇവിടെ ചുംബിക്കണമെന്ന്. ക്ലാസ്സിലെ കുട്ടികളുടെ അമ്മമാർ സിന്ദൂരം തൊടുന്നത് കണ്ട് എന്നോട് ഒരിക്കൽ വന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞതാ അവളുടെ പാപ്പ വരുമ്പോൾ അമ്മക്ക് തൊട്ടു തരുമെന്ന്. അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി എന്നും ഇതുപോലെ ഇവിടെ ചുവന്ന് കാണണം, എന്നും ഇതുപോലെ ഈ രേഖ ചുമപ്പിക്കണം. അവൻ പ്രണയത്തോട് അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. പതി അവളുമായി ബെഡിലേക്കിരുന്നു. ഇന്നു മുതൽ നമ്മൾ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങുകയാണ്. എല്ലാ അർത്ഥത്തിലും എൻ്റെ പാതി അവൻ സമ്മതാണോ? സമ്മതല്ലെന്ന് തോന്നുന്നുണ്ടോ? ഈ ഒരു ദിവസത്തിനായി ഞാനും കാത്തിരിക്കുകയല്ലേ. എങ്കിൽ പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. അവളുമായി കട്ടിലേക്ക് കിടക്കുമ്പോൾ രണ്ടുപേരുടെയും ചുണ്ടിൽ ചിരിയായിരുന്നു, മനസ്സിൽ പ്രണയമായിരുന്നു. ഓരിപ്പോയ കൊങ്ങിനെ എൻ്റെ പറ്റിയേ ആയി താഴെ വീഞ്ഞോ? താടിക്ക് കയ്യും കൊടുത്ത് ഉറങ്ങി തൂങ്ങുന്ന ജോയിയുടെ കയ്യിൽ പിടിച്ച് ആദ്യം ചോദിച്ചു. അവൻ ഉറക്കം മുറിഞ്ഞ വിഷമത്തിൽ ദയനീയമായി അവരെ നോക്കി. ഡെവി കൊണ്ടുവിട്ട് പോയപ്പോൾ തൊട്ട് കഥ കേൾക്കണമെന്ന് പറഞ്ഞ് ജോയിയുടെ പിറകെ നടക്കാൻ തുടങ്ങിയതാ രണ്ടുപേരും. ഒടുവിൽ പണ്ടെപ്പോഴോ വായിച്ചൊരു ബാലരമ കഥ പറഞ്ഞു കൊടുത്ത് തടി തപ്പാണെന്ന് കരുതിയപ്പോൾ ഒന്നിനു പിറകെ ഒന്നെന്ന പോലെ കഥ കേൾക്കാനിരിക്കുകയാണ് രണ്ടുപേരും. ഒങ്ങനെ കാറ്റ പാരിയേ കൊങ്ങം പോയോ? കോരങ്ങനല്ല, കുട്ടിദേവങ്ങാണ് പോയത്. നിങ്ങൾക്ക് ഉറക്കൊന്നും വേണ്ടായോ? വാ, ഞാൻ ഉറക്കാം. വേണ്ട, കഥ പറഞ്ഞിട്ട് അഞ്ഞാമായി. ഇതെന്ത് കഷ്ടാൻ്റെ കർത്താവേ. നല്ല മക്കളല്ലേ, ഉറങ്ങിയാലല്ലേ നാളെ രാവിലെ എണീറ്റ് ആരുടെയും തോളത്ത് കയറാൻ നോക്കൂ, അല്ല കളിക്കാൻ നോക്കൂ. അതിനാലിയല്ലേ ഇപ്പൊ കാറ്റമായി. എനിക്ക് കാതൊന്നും അറിയാൻ പാടില്ല. ഉറക്കം വന്നിട്ട് മനുഷ്യനെ കണ്ണ് കാണാൻ വയ്യ. അപ്പോഴേ കാത ഞാൻ കിടക്കാൻ പോവാ. കാട്ടിലേക്ക് കിടന്ന ജോയിയുടെ മുകളിലേക്ക് രണ്ടുപേരും കൂടി കയറിയിരുന്നു. എന്നൊന്നും ഉറങ്ങാൻ വിടറ, പുണ്യം കിട്ടും രണ്ടിനും. പുഞ്ഞിൻ്റെ വെച്ച് എൻ്റെ വാ പാപ്പാഞ്ഞു. ജോയിക്ക് സത്യത്തിൽ കരച്ചിലാണ് വരുന്നത്. അതേസമയമാണ് ഡോർ ലോക്ക് ചെയ്ത് മോളിക്കുട്ടി വന്നത്. അത് ശരി, രാത്രി 11 മണിക്ക് നിങ്ങൾ കളിക്കുവാണോ? ഉറങ്ങൊന്നും വേണ്ട ആർക്കും. നിങ്ങൾക്ക് ഈ രാത്രി തന്നെ ഇവരുടെ കൂടെ ആന കളിക്കണം അല്ലേ മനുഷ്യ? നിനക്ക് ഞാൻ ആന കളിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇത് എന്നതാ, വെറുതെ ഇവർ പുറത്ത് കയറി ഇരിക്കുവോ? പറഞ്ഞിട്ട് കാര്യമില്ല, മത്തം കുത്തിയ കുമ്പളം മുളക്കുവോ? ഈ മത്തം നിങ്ങളും കൂടിയാണെന്ന് ഓർത്താൽ നല്ലതാ. പാതിരാത്രി പഴഞ്ചലും കൊണ്ട് ഇറങ്ങിയേക്കുവാ. എൻ്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ലടി. ഇതിന് രണ്ടേ ഒന്ന് പിടിച്ചിറക്ക്. എരിങ്ങൂല, അമ്മ പപ്പയോട് കാറ്റ പറഞ്ഞിട്ട് തരാൻ പാലി. സമയം എത്രയായെന്ന് വല്ല വിചാരമുണ്ട് രണ്ടിനും. ഇപ്പൊ കിടന്നുറങ്ങ്, നാളെ പപ്പ കഥ പറഞ്ഞു തരും. അതെ, നല്ല മാലാക മക്കളല്ലേ, ഒന്ന് ഉറങ്ങിയേ. പിന്നെ ജോപ്പാപ്പ പറഞ്ഞല്ലോ രാത്രിയിൽ കഥ കേട്ട് ഉറങ്ങിയാൽ അനിയൻ പാപ്പ വരൂന്ന്. അത് നിന്റെ പപ്പയുടെ കഥയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അതിനെന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പപ്പ പറഞ്ഞല്ലോ മോളിമേടെ വരില്ല പാവ ആദ്യം വരുന്നേന്. അപ്പൊ ജോപ്പാപ്പയല്ലേ കഥ പയ്യൻ്റെ? ജോയി ഒരു നിമിഷം ഡെവിയെ മനസ്സിൽ സ്മരിച്ചു. എന്നിട്ട് ദയനീയമായി മോളിക്കുട്ടിയെ നോക്കി. എന്നെ എന്നതിനാ നോക്കുന്നത്? നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. അവനിട്ട് പണിയാൻ പോകുമ്പോഴേ ഞാൻ പറയുന്നതല്ലേ, അത് കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്ക് തന്നെ കൊള്ളൂന്ന്. അനുഭവിച്ചോ? അതും പറഞ്ഞ് ഷീറ്റ് പൊതിച്ചവൾ ബെഡിലേക്ക് കിടന്നു. കണ്ണിച്ചോരല്ലാത്ത വർത്താനം പറയാതടി, ഒന്ന് പിടിച്ചു ഉറക്കി രണ്ടിനെയും. ഞങ്ങളൊന്നുമില്ല. ഓ, ഉറക്കവും ദേഷ്യവും എല്ലാം കൂടി അവന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. ഒടുവിൽ രവിയെ മനസ്സിൽ നല്ലതാല് തെറിയും പിടിച്ചവൻ കഥ പറഞ്ഞു തുടങ്ങി. ഒരിടത്ത് ഒരനുസരണയില്ലാത്ത കൊച്ചുണ്ടായിരുന്നു. അച്ഛനമ്മയും പറയുന്നത് കേൾക്കാതെ ഉള്ള കാടും മലയെല്ലാം കറങ്ങി നടക്കുന്നതായിരുന്നു അവളുടെ പണി. ഷൂലി പോവില്ലേ? ഇല്ല, ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അവളെ സ്കൂളിൽ കയറ്റിയില്ല. എൻ്റെ രക്ഷയച്ചു അല്ലേ? അത്രയ്ക്ക് രസമൊന്നുമില്ല. ആ കൊച്ചിന് എന്ന് യാത്ര മാത്രമേ ഉള്ളൂ. ആരോടും പറയാതെ ഇങ്ങനെ നടക്കും. എന്നിട്ട് ഓരോ കുരുക്കിൽ ചെന്ന് പെടും. അവൾക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അതൊരു കുരങ്ങായിരുന്നു. നേരത്തെ ഓടിപ്പോയ കൊങ്ങാഞ്ഞു, അത് വേറെ കുരങ്ങ്, ഇത് വേറെ കുരങ്ങ്. കഥയിൽ ചോദ്യമില്ലട്ടോ. ഇനി മിണ്ടിയ കഥ ഞാൻ നിർത്തി കിടന്നുറങ്ങും. ഞങ്ങളും മിണ്ടൂല. എന്നിട്ട് ഈ കുരങ്ങനും കൊച്ചും കൂടി സകല സ്ഥലത്തും പോകും. എന്തായാലും വഴി അറിയോ? അതുമില്ല. ഈ കൊച്ചിനൊരു എനിമിയുണ്ട്, അതൊരു കുറുക്കനാണ്. കുരിച്ചൻ കച്ചുവോ? ഏയ്, അതിനു വേണ്ടിയുള്ള ബുദ്ധിയൊന്നും അവനില്ല, മണ്ടനാ. അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഡോരയും പൂജിയും കൂടി മാലയും കാര്യം കയറാൻ പോയപ്പോ കുരിഞ്ഞയെ കണ്ടന്. ഈ ഡോരാക്കാറ്റിന് അന്ന് ആറ്റ അറിയാറ്റേ.
മോളിക്കുട്ടിയുടെ പൊട്ടിച്ചിരി കൂടി കേട്ടതും അവൻ അവിടേക്ക് നോക്കി. പാതിരാത്രി പിള്ളേരെ പറ്റിക്കുവാൻ ഇറങ്ങിക്കുക. ഡോറാബുജിയെ പിള്ളേരുടെ കൂടെ ഇരുന്ന് കണ്ടിട്ട് അത് തന്നെ പറഞ്ഞു കൊടുത്തേക്കുന്നു. ഇത് തന്നെ ഒപ്പിച്ചാൻ വിട്ട പാട് എനിക്കറിയാം. എനിക്ക് വേറെ കഥയൊന്നും അറിയില്ല. വന്ന് കിടക്കാൻ നോക്ക് പിള്ളേരെ. അവന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഉറക്കം വന്നിട്ടാണോന്ന് അറിയില്ല. രണ്ടുപേരും കഥയെന്ന സ്വപ്നം തൽക്കാലം മാറ്റിവെച്ച് ഉറങ്ങാമെന്ന് തലകുലുക്കി സമ്മതിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവർക്കുള്ള സ്ഥലം ഒഴിച്ച് മോളിക്കുട്ടിയുടെ അടുത്തേക്ക് ചേർന്ന് കിടന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എന്നെ കാണിക്കുക, പിള്ളേർ നിൽക്കുന്നത് കണ്ടില്ലേ? എത്ര ദിവസമായി ഞാൻ എൻ്റെ പെടിയെന്ന് കെട്ടിപ്പിടിച്ച് ഉറങ്ങിയിട്ടെന്ന് അറിയോ? അവൻ്റെ കല്യാണം പ്രമാണിച്ച് നമ്മളും മാറിയല്ലേ കിടന്നത്. ഇന്ന് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിടക്കണം പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൻ്റെ പിന്നിലായി ചുംബിക്കാനും വന്നതും ആദിയും മന്നയും അവളുടെ നടുവിലേക്ക് കയറിയതും ഒന്നിച്ചായിരുന്നു. എവിടോട്ട് കയറുക? ജോപ്പാപ്പല്ലേ പഞ്ഞി ബാബ വേണി പാറ്റിച്ചേനി. അതിന് നിങ്ങളല്ല, ഞാൻ നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആരോടൊന്നില്ലാതെ അവൻ പറഞ്ഞ സമയം കൊണ്ട് ആദ്യം അവർക്കിടയിൽ തന്നെ സ്ഥലം ഒപ്പിച്ചു. എനിക്ക് ശരിയല്ല പാപ്പ, നീങ്ങി കഴിഞ്ഞ് ഞാൻ പാതിച്ചാലേ ബാബ വരൂ. ബാഗ് കൂടെ തന്നെ തള്ളി നീക്കി അവിടെ കയറി കിടക്കുന്ന കുഞ്ഞിപ്പുഴുവിനെ അവൻ പല്ല് കടിച്ചു നോക്കി. കാര്യമായ പ്രാർത്ഥനയിലാണ് അവൻ മുഖം തിരിച്ച് മോളിക്കുട്ടിയെ നോക്കി. ആരെയോ കാവടി എടുപ്പിക്കുന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? എൻ്റെ ഐഡിയ ആയിപ്പോയി, അല്ലേ കാണായിരുന്നു. ഒടുവിൽ അവൻ പുറംതിരിഞ്ഞ് കടന്നു. ആദിയും മന്നയും ഉറങ്ങിയെന്ന് തോന്നിയതും ജോ പതിയെ തലപൊക്കി മോളിക്കുട്ടിയെ നോക്കി. അവിടെ കുട്ടികളെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നവളെ കണ്ട് നിരാശയോടെ തലയിണയും കെട്ടിപ്പിടിച്ച് അവനും കിടന്നു. അതേസമയം മറ്റൊരു മുറിയിൽ രണ്ടുപേരും തങ്ങളുടെ ജീവിതം എല്ലാർത്ഥത്തിലും തുടങ്ങി കഴിഞ്ഞിരുന്നു. കുളിച്ചിറങ്ങി തലയിൽ തോത്തു ചുറ്റിയവൾ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു. കഴിഞ്ഞ രാത്രി പറ്റി ഓർക്കുമ്പോൾ അവളിൽ നാണത്തിൽ കുതിർന്നൊരു ചിരി വിരിഞ്ഞു. അതേ ചിരിയോടെ അവൾ തലയിണ കെട്ടിപ്പിടിച്ചുറങ്ങുന്നവനെ നോക്കി. തന്നിൽ ചുവപ്പിച്ച സിന്ദൂരം അവൻ്റെ മുഖത്തും ഷീറ്റിലും എല്ലാം പറ്റിയിട്ടുണ്ട്. പിന്നെ എന്തോ ഓർത്ത പോലെ അവൻ്റെ അടുത്തേക്കായി ബെഡിലിരുന്നു. കൈയെടുത്ത് ആ മുടിയിൽ തലോടി. ഉറക്കത്തിൽ അതറിഞ്ഞതുപോലെ അവൻ്റെ കണ്ണുകളൊന്ന് അനങ്ങി. ചിരിയോടെ കവളിൽ ചുണ്ടു ചേർക്കാൻ ഒരുങ്ങിയതും ബെഡിലേക്ക് വീണതും ഒന്നിച്ചായിരുന്നു. തൊട്ടു മുന്നിൽ തന്നെ നോക്കി കിടക്കുന്നവനെ അവൾ കൂർപ്പിച്ച് നോക്കി. ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടാലേ കൈ ഊരി പോവും. എന്നാ ഞാനങ്ങ് സഹിക്കും, എൻ്റെ പെണ്ണിയല്ലേ. തൊട്ടടുത്ത് അവൻ്റെ മുഖം കണ്ടതും അവളുടെ കവളുകൾ വീണിച്ചു വന്നു. തരാമെന്നത് തന്നിട്ട് പോയാൽ മതി. അത് പക്ഷേ കവളൊന്നും വേണ്ട, ദാ ഇവിടെ. അവളുടെ കൈ പിടിച്ച് തൻ്റെ ചുണ്ടു തൊട്ട് കാണിക്കുന്നവനെ അവൾ കൂർപ്പിച്ച് നോക്കി. തരാൻ വയ്യല്ലേ? എന്നാ പിന്നെ ഞാൻ തന്നേക്കാം. പറയുന്നതിനോടൊപ്പം തന്നെ അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കിയിരുന്നു. ഒടുവിൽ അവളെ മോചിപ്പിക്കുമ്പോൾ ചോര പൊടിഞ്ഞ ചുണ്ടുകൾ ബാക്കിയായി. അയ്യേ, പല്ല് തേക്കാതെ വാഗുകൊണ്ട് ഉമ്മ വെച്ചേക്കുന്നു. ഇതാണ് ഭാര്യ മോർണിംഗ് കിസ്. ഇങ്ങനെ തന്നാലേ ഒരു എനർജിയൊക്കെ കിട്ടും. ഇനി ചായം പോയി കുളിക്കട്ടെ. അതോ? അവൻ്റെ കൈ ചുരിദാറിനിടയിൽ കൂടി വയറിലേക്ക് പോയതും അവളൊരു അടി വെച്ച് കൊടുത്തു. കൂടുതൽ കുരുത്തക്കേട് കാണിക്കാതെ പോയി കുളിക്കാൻ നോക്ക്. ഞാൻ പോയി പിള്ളേരെ നോക്കട്ടെ. അതിനു മുമ്പ് ഇങ്ങ് വന്നേ. സിന്ദൂര ചെപ്പ് തുറന്ന് അവളുടെ നെറുകയിൽ അവനത് വരച്ചു. കൂടാതെ ചുണ്ട് ചേർക്കാനും അവൻ മറന്നില്ല. എൻ്റെ കൈ കൊണ്ട് തൊട്ടു തരണമെന്നല്ലേ? ഇനിയെന്നും അങ്ങനെയായിരിക്കും. ഇന്നലെ നിങ്ങൾ താമസിച്ചാണ് കിടന്നത്. മുറിയിൽ വെട്ടം കിടക്കുന്നത് കണ്ടു. ചായയുമായി സോഫയിലേക്ക് ഇരുന്ന ജോയിയോട് വിശ്വൻ വായിച്ചുകൊണ്ടിരുന്ന പത്രം മടക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. ഓ, ഒന്നും പറയണ്ട ചാ. ഇവിടുത്തെ കുട്ടിത്താവാങ്ങൾ കണ്ട് ഇന്നലെ ഞങ്ങളുടെ കൂടെയായിരുന്നു. അവസാനം കാല് പിടിച്ചിട്ടാ രണ്ടും ഉറങ്ങിയത്. വിശ്വന് സത്യത്തിൽ അവൻ്റെ അവസ്ഥയോട് ശരിയാണ് വന്നത്. പക്ഷേ പുറത്ത് കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് ഉള്ളിലൊതുക്കി. എന്നിട്ട് പിള്ളേരിതുവരെ എണീറ്റില്ലേ? എങ്ങനെ എണീക്കാനാ? അതുപോലെ ആയിരുന്നു ഇന്നലെ അവിടെ കിടന്ന് എളിഞ്ഞത്. രണ്ടിനും കിടക്കാൻ സ്ഥലമില്ലെന്നും പറഞ്ഞ് അവസാനം എന്നിടക്ക് തറയിൽ കിടത്തി. എപ്പോഴാന്ന് ഉറങ്ങിയതെന്ന് കർത്താവിനറിയാം. എവിടെ കിടന്നാലും ഒടുവിൽ അവിടുന്ന് എണീറ്റ് വൈകിയുടെ കൂടെ ചെന്ന് കിടന്നാലേ ആദ്യം ഇറങ്ങും. ഇപ്പൊ അന്നമോളെ കിട്ടിയതിൽ പിന്നെ എല്ലാം മാറി. സത്യത്തിൽ അത് നന്നായെന്നാ എനിക്ക് തോന്നുന്നത്. ഇതുപോലൊരു കുടുംബം ഞാനും മോളും ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല. എനിക്കിപ്പോഴാ എൻ്റെ മോളെയും പേരക്കുട്ടിയും ഓർത്ത് സമാധാനമായത്. അവർ സുരക്ഷിതരായ കൈകളിൽ തന്നെയാണ് എത്തിയത്. പിന്നെയും അവർ അവിടെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചു. വിഷൻ മുറിയിലേക്ക് പോയതും ജോയ് പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സ്റ്റെപ്പ് ഇറങ്ങി ഡെവി വരുന്നത്. നന്നായി ഉറങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. നിന്നെ കണ്ണെല്ലാം വിടർന്നു നിൽക്കുന്നു. ആടാ, വിടർന്നതല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്നോട് ഞാൻ എന്നാ ദ്രോഹാടാ ചെയ്തത്? ഒന്നും ചെയ്തില്ലല്ലേ? നിന്റെ പ്രാർത്ഥനയും കഥയെല്ലാം നേരെ നിനക്ക് തന്നെ കിട്ടിയപ്പോൾ മനസ്സിലായില്ലേ നീ എന്നാ ചെയ്തതെന്ന്? എൻ്റെ ഫസ്റ്റ് നൈറ്റ് കോളാക്കാൻ നോക്കി. ഒടുവിൽ നിന്റെ നല്ലൊരു നൈറ്റ് പോയത് മിച്ചം. നിർത്തി. ഇതോടെ ഈ പരിപാടി ഞാൻ നിർത്തി. അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. എന്നിട്ട് ഫസ്റ്റ് നൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു മകനെ? അത് അതിൻ്റെ വഴിക്ക് നല്ല രീതിയിൽ നടന്നു. ഇനി എന്നതിൽ അറിയാനുണ്ടാവോ?
എന്നെ അറിയുന്ന കാര്യടാ, ഇരിയ പിന്നെയും പണി വല്ലതും ഒപ്പിച്ചോ? ഡേവിക്ക് കോഫി കൊടുത്ത് മോളിക്കുട്ടി പറഞ്ഞു. ഇവൻ എന്നതേലും പണി ഒപ്പിച്ച ആ പണി അവനെ തന്നെ തിരിച്ച് കിട്ടുന്നുണ്ടല്ലോ. ഡാ വേണ്ട. പുറത്തൊരു കാറിന്റെ ശബ്ദം കേടുന്നും അവിടേക്കായി എല്ലാവരുടെയും ശ്രദ്ധ. കാറിൽ നിന്നും ഇറങ്ങി വരുന്നവരെ കണ്ട് ഡെവിയും ജോയിയും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പോകുന്ന വഴിയിൽ ജോയി കണ്ടുകൊണ്ട് മുകളിലേക്ക് കാണിച്ചതും അത് മനസ്സിലാക്കിയതുപോലെ മോളിക്കുട്ടി മുകളിലേക്ക് ഓടി. അവൾ നേരെ ചെന്ന് നിന്നത് റോസ്ലിന്റെ മുറിയുടെ മുന്നിലാണ്. അകത്ത് അവൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാം. ചാരി കിടക്കുന്ന ഡോറ് മുട്ടാനായി കൈ ഉയർത്തിയതും അകത്തിന്ന് കേൾക്കുന്ന ശബ്ദത്തിൽ അവളത് വേണ്ടെന്ന് വെച്ചു. ഇല്ല, ഇതിവരാരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അവരാരും അറിയേണ്ട കാര്യമല്ലല്ലോ ഇത്. നീ പറഞ്ഞതുപോലെ എല്ലാം നടന്ന അന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങും. നീ സേഫല്ലേ? ഇത്രയും ആയപ്പോഴേക്കും മോളിക്കുട്ടി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പ്രതീക്ഷിക്കാതെ അവളെ കടതും റോസ്ലിൻ പെട്ടെന്ന് വിയർത്തു. നീ ആരോടാ എന്നതാ സംസാരിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അത് നീ എല്ലാവരോടും കൂടി പറഞ്ഞിരിക്കണം. എന്നോട് മാത്രമായിപ്പോ ഒന്നും പറയണ്ട. അത് ഞാൻ ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? താഴെ കുര്യനും മലക്സും വന്നിട്ടുണ്ട്. താഴേക്ക് ഇറങ്ങണമെന്ന് പറയാൻ വന്നതാ ഞാൻ. അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയവൾ പിന്നെയും മുറിയിലേക്ക് തിരികെ വന്നു. ഞാൻ വന്നതുകൊണ്ട് സംസാരം നിർത്തണ്ട. പിന്നെ ഇവിടെ നിന്നെ ഇപ്പോൾ സ്വന്തം പെങ്ങളെ പോലെ കാണുന്ന ചിലരുണ്ട്. അത് ഓർമ്മയിലുണ്ടെങ്കിൽ നന്ന്. മോളിക്കുട്ടി പോയത് റോസ്ലിൻ തൻ്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് നോക്കി. അതിൽ മാലിക്കെന്ന് തെളിഞ്ഞു നിന്നു. ഇവിടെ സംസാരിച്ചതെല്ലാം അവൻ കേട്ടിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. ആഹാ, പതിവില്ലാതെ വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. വൈകെ കുടിക്കാൻ എന്നതേലും എടുക്കണേ. ഞങ്ങൾ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. അല്ലെങ്കിൽ പിന്നെ ഇവന്റെ അടുത്ത കെട്ടിന് ക്ഷണിക്കാൻ വന്നതായിരിക്കൂലേ. കൂടുതൽ വർത്താനൊന്നും വേണ്ട. ഞങ്ങളുടെ കൊച്ചെവിടെയടാ? മര്യാദക്ക് അവളെ ഇറക്കി വിട്ടോണം. മുറ്റത്തൂന്ന് അലക്സ് പറഞ്ഞതും ഡെവിയും ജോയിയും അവിടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. നിനക്ക് ഇതിലേക്ക് കൊച്ചുവായോ? അതിനിപ്പോഴും കണ്ടല്ലായിരുന്നു കേട്ട്. അത് പിന്നെ കുറേ എണ്ണല്ലേ, അതിലേതെങ്കിലും ഒന്നിൻ്റെ ആവും. കൂടുതൽ വേഷം കിടക്കാതെ റോസിലിനെ ഇറക്കി വിടുന്നതാ രണ്ടിനും നല്ലത്. ഈ കുര്യൻ ആരാണെന്ന് നിനക്കൊന്നും ശരിക്കും അറിയില്ല. ഡോ, കൂടുതൽ ഷോ ഇറക്കിയ ഓടിച്ചു മടങ്ങി കുടുംബത്തോട് വിടും ഞാൻ. അവിടെ ശവം പോലെ ഒരാൾ കിടപ്പില്ലേ, അതിനപ്പുറത്ത് മറ്റൊരു ബെഡ് കൂടി ഇടേണ്ടി വരും അധികം വൈകാതെ. നീ എന്താടാ എന്നെ കിടത്തി കളയോ? എന്നാ ഒന്ന് കാണണല്ലോ. ഡെവിയുടെ ഷർട്ടിൽ പിടുത്തമിടാൻ വന്ന കുര്യനെ ജോയി തടഞ്ഞു. തനിക്ക് എന്നതേലും പറയാനുണ്ടെങ്കിലേ അവിടുന്ന് പറഞ്ഞിട്ട് പോണം. ദേഹത്ത് തൊടാനാണ് ഭാവെങ്കില് രണ്ടുപേരും ദേഹത്ത് മണ്ണ് പറ്റും. എന്നതാടാ ഇവിടെ ഒരു ബഹളം? അമ്മച്ചിയുടെ ശബ്ദം കേട്ടതും അവർ വാതിൽക്കലേക്ക് നോക്കി. അമ്മച്ചിയെ കൂടാതെ മോളിക്കുട്ടിയും വൈകിയും വിഷുനും അവിടേക്ക് വന്നു. ഞങ്ങളുടെ കൊച്ചിനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ലേ? അവളെ കൊണ്ട് പോകാനാ ഞങ്ങൾ വന്നത്. ഇവിടെ ആരും ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. അതിന്റെ ആവശ്യമല്ല. കള്ളം പറയണ്ട. ഇവന്റെ കാറിൽ അവൾ കയറി പോകുന്നത് CCTVയിൽ ഞങ്ങൾ കണ്ടതാ. ഒരെണ്ണം വീട്ടിലുണ്ടല്ലോ. എന്നിട്ട് മതിയായില്ലല്ലേ? അലക്സ് മോളിക്കുട്ടിയെ ചൂണ്ടി ജോയിയോട് ചോദിച്ചതും പറഞ്ഞു പൂർത്തിയാക്കും മുമ്പ് അവന്റെ കവളിൽ ആടിപൂട്ടിയതും ഒന്നിച്ചായിരുന്നു. ഡാ, നിന്നെ ഞാൻ അടിക്കാനായി വന്നവനെ ജോയി ചവിട്ടി നിലത്തേക്കിട്ടു. എല്ലാവർക്കും നിന്റെ നാണം കെട്ട സ്വഭാവമാണെന്ന് കരുതരുത്. വീട്ടിൽ പറയുന്ന ഭാഷ നാട്ടില് വിളമ്പിയാ നീ രണ്ടു കാലം എഴുന്നേറ്റ് നടക്കില്ല. കേട്ടല്ലോടാ പൊന്നെ. ഡാ, നീ എന്റെ കോച്ചിനെ അടിക്കൂടാ. തന്തയും തള്ളയും മാറാണെന്ന് അറിയാതെ വീട്ടിൽ വലിഞ്ഞു കയറി കിടക്കുന്നവന് ഇത്രയ്ക്കും വളർന്നോ? ആ, വളർന്നു. അതിപ്പോ മനസ്സിലായില്ലേ രണ്ടുപേർക്കും? റോസ്ലിൻ ഇവിടെ ഉണ്ടെങ്കിൽ അവൾ ഇവിടുന്ന് ആരും കൊണ്ടുപോകില്ല. വന്നതുപോലെ പോകുന്നതാ നല്ലത്. ഇത്രയും നാളും ഉണ്ടായതുപോലെ അല്ല ഇതെന്ന് ഓർമ്മ വെച്ചോ എല്ലാരും. ഇനി ഞങ്ങൾ വരുന്നത് അവളെ കൊണ്ടുപോകാനായിരിക്കും. അത്രയ്ക്ക് ചങ്കുറപ്പുള്ളവനാണേ കൊണ്ടുപോ. നിങ്ങൾ കൂടുതൽ വാർത്താനൊന്നും പറയണ്ട. കെട്ടൂനും ചത്തു, മോനും ചത്തു. ഇനി ഇവൻ ഒരുത്തനല്ലേ ഉള്ളൂ. എന്നിട്ടും തള്ളയുടെ ചാടത്തിന് കുറവില്ല. അത് പറഞ്ഞതേ അയാൾക്ക് ഓർമ്മയുള്ളൂ. മൂക്കിനിട്ട് കിട്ടിയ ഇടിയിൽ ചോര ഒഴുകിയത് പെട്ടെന്നായിരുന്നു. ഇവിടെ നിന്ന് പറയുന്ന ഓരോ വാക്കിനും രണ്ടുപേരും വില കൊടുക്കേണ്ടി വരും. ഇനി ഒരു അക്ഷരം എൻ്റെ അമ്മച്ചിയെ പറഞ്ഞോ ഈ ഡേവിഡ് ആരാണെന്ന് ഇപ്പൊ ഇവിടെ വെച്ച് താൻ അറിയും. വേണോടോ? ഇനിയും നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും നിലത്ത് നിന്ന് പതിയെ എഴുന്നേറ്റ് അലക്സ് കുര്യനുമായി കാറിന്റെ അടുത്തേക്ക് അടിവെച്ച് നടന്നു. ഒന്ന് നിന്നേ രണ്ടുപേരും. പിന്നിൽ നിന്നുള്ള വെളിയിൽ തിരിഞ്ഞു നോക്കാതെ തന്നെ അവർ നിന്നു. കണക്കുകളൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്കെല്ലാം പകരം ചോദിക്കുക തന്നെ ചെയ്യും. അതിന് രണ്ടുപേരും ജീവനോടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മാത്രം ഇപ്പോഴും ഇതുപോലെ ഇരിക്കുന്നത്. പൊക്കോ. ഇപ്പൊ നീ ജയിച്ചു എന്ന് കരുതി എന്നും അത് നടക്കില്ലെന്ന് ഓർത്തോ നീ? പോകുന്നതിന് മുമ്പ് തന്നെ നോക്കി പറയുന്ന അലക്സിനെ പുച്ഛത്തിൽ നോക്കി ഡെബി അവിടെ നിന്നു.